ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മലയാള മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ന്യൂസ് പേപ്പറിലൂടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1885 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ലൈൻ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിലവിൽ വന്നത്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത്. ബോംബെയിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചത് എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അപ്പോൾ ബോംബെയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണം? ജനങ്ങളിൽ എന്ത് ചെയ്യുക, ദേശീയബോധം തട്ടി ഉണർത്തുക, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പൊതുജന താല്പര്യം വളർത്തുക തുടങ്ങിയ പരിമിതമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത്. അപ്പോൾ 1885 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത്. ആദ്യമായിട്ട് ബോംബെയിലാണ് നിലവിൽ വന്നത്. അധ്യക്ഷത വഹിച്ചത് W.C. ബാനർജി ആയിരുന്നു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ആരാണ്? എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ. ഇനി അടുത്തത് 1851 സ്വാതന്ത്ര്യ സമരം. നെക്സ്റ്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ബ്രിട്ടീഷുകാരുടെ കമ്പനി ഭരണത്തോടുള്ള ഒരു അമർഷം സമ്പൂർണ്ണമായിട്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറിയത്. അന്ന് മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഇന്ത്യൻ ഭടന്മാർക്ക് നൽകിയതിലുള്ള ഒരു പ്രതിഷേധാർത്ഥം ആണ് പ്രക്ഷോഭങ്ങൾ വ്യാപിച്ചു തുടങ്ങിയത്. അപ്പോൾ ബാരക്പൂരിലെ ഒരു സൈനിക ക്യാമ്പിൽ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സൈനികൻ ബ്രിട്ടീഷ് ഓഫീസറിന് നേരെ വെടിയുയർത്തുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം മംഗൽ പാണ്ഡെ രക്തസാക്ഷിയായി. തുടർന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ 1857 മെയ് 10 ആണ് പ്രക്ഷോഭം ആരംഭിച്ചത്. കലാപകാരികൾ എന്ത് ചെയ്തു? മുഗൾ വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ ചക്രവർത്തി അവരോധിച്ചു. എന്നിട്ട് 1858 ജൂലൈ മാസത്തോടെ വിപ്ലവത്തെ പക്ഷേ ബ്രിട്ടീഷുകാർ അടിച്ചമർത്താനുണ്ടായത്. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1857 എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതിനെ നയിച്ച കാരണങ്ങൾ എന്താണ്? 1857 ബ്രിട്ടീഷുകാർ കമ്പനി ഭരണത്തോടുള്ള ബ്രിട്ടീഷുകാരുടെ ഈ ഒരു കമ്പനി ഭരണത്തോടുള്ള അമർഷം ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് മാറ്റിയത്. എന്തുകൊണ്ടാണ് അത് കാരണം? ഈ മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഇന്ത്യൻ ഭടന്മാർക്ക് നൽകിയതിലുള്ളൊരു പ്രതിഷേധാർത്ഥം ആണ് ഈ പ്രക്ഷോഭം വ്യാപിക്കാൻ കാരണം. അപ്പോൾ ബാരക്പൂരിലെ ഒരു സൈനിക ക്യാമ്പിൽ ഉണ്ടായിരുന്ന മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സൈനികൻ ബ്രിട്ടീഷ് ഓഫീസർക്ക് നേരെ വെടിയുയർത്തി. പിന്നീട് അദ്ദേഹം രക്തസാക്ഷിയായി. തുടർന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആണ് 1857 മെയ് 10 പ്രക്ഷോഭം ആരംഭിച്ചത്. കലാപകാരികൾ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ മുഗൾ വംശത്തിലെ അവസാന രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ ചക്രവർത്തി അവരോധിച്ചു. പക്ഷേ 1858 ജൂലൈ മാസത്തോടെ വിപ്ലവം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. തുടർന്ന് എന്താണ് ഉണ്ടായത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി 1922 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ചൗരി ചൗര സംഭവം നടന്ന ഡേറ്റ് ആണത് 1922. 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമം. ഏതാണ് ഗ്രാമം? ചൗരി ചൗര ഗ്രാമം. ഏതാണ് സ്റ്റേറ്റ്? ഉത്തർപ്രദേശ്. ഡേറ്റ് എന്നായിരുന്നു? 1922 ഫെബ്രുവരി 4 അവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ജാഥ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ജനങ്ങൾക്ക് നേരെ എന്ത് ചെയ്തു? പോലീസ് വെടിവെച്ചു. അപ്പോൾ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ചു, തീയിട്ടു. അന്ന് 22 പോലീസുകാർ വെന്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. 3 പ്രക്ഷോഭകാരികൾ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമരം ഇങ്ങനെ ആക്രമണത്തിലേക്ക് വഴി മാറിയപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി ദുഃഖിതനായി നിസ്സഹകരണ സമരം അന്ന് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1922 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്.
ബിക്കോസ് ചൗരി ചൗര സംഭവം നടന്നത് 1922 എന്നായിരുന്നു 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ചൗര ഗ്രാമത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു ജാഥയ്ക്ക് നേരെ പോലീസുകാർ വെടിയുയർത്തി. അതിൻ്റെ കുപിതരായിട്ട് ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീയിട്ടു. അന്ന് 22 പോലീസുകാർ വെന്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. 3 പ്രക്ഷോഭകാരികളൊന്നും കൊല്ലപ്പെട്ടു. അപ്പോൾ സമരം ഇങ്ങനെ അക്രമത്തിലേക്ക് മാറിയതുകൊണ്ട് ഗാന്ധിജി ദുഃഖിതനായി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. അത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്. ഇനി അടുത്തത് 1928 1928 സൈമൺ കമ്മീഷൻ വന്നതും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ മൊണ്ടേഗു ചേംസ്ഫോർഡ് നിയമം അനുസരിച്ചിട്ട് നടപ്പിലായ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ബ്രിട്ടീഷ് സർക്കാർ നയിച്ച സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യക്കാരനെ പോലും ഉൾപ്പെടുത്താതെ വന്നത്. അപ്പോൾ അതിൽ സൈമൺ കമ്മീഷനിൽ ആരും ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അതിനോടനുബന്ധിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുന്ന ദിവസമായ 1928 ഫെബ്രുവരി 4 അഖിലേന്ത്യാ ഹർത്താലായിട്ട് അന്ന് ആദരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൈമൺ കമ്മീഷനെതിരെ ലാഹോർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധം നയിച്ച അതാരായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. അദ്ദേഹത്തിന് ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മരിച്ചു. 1928 കൊൽക്കത്തയിൽ സർവകക്ഷി യോഗം ചേർന്നു. എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ആസൂത്രണം ചെയ്യുന്നതിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒരു പത്രികാ രാജപദവി നൽകുന്നതിൽ ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തു. അപ്പോൾ 1928 എന്ന് പറയുന്നത് സൈമൺ കമ്മീഷനും അതിൻ്റെ പ്രതിഷേധങ്ങളും വന്നതായിരുന്നു ഡേറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ വന്നത്? മൊണ്ടേഗു ചേംസ്ഫോർഡ് എന്ന് പറയുന്ന ആ നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് നിയമം അനുസരിച്ചിട്ട് നടപ്പിലായ ഭരണ സംവിധാനത്തെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. അതിലൊരു ഇന്ത്യക്കാരന് പോലും അംഗത്വം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു പ്രതിഷേധം ഉണ്ടായത്. കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുന്ന ദിവസം 1928 ഫെബ്രുവരി 4 അന്ന് ഒരു അഖിലേന്ത്യാ ഹർത്താൽ ആചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ എന്ത് ചെയ്തു? റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രതിഷേധം നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രതിഷേധം നയിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആയിരുന്നു. അദ്ദേഹത്തിന് ക്രൂരമായിട്ട് മർദ്ദനമേറ്റു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 1928 കൊൽക്കത്തയിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ആസൂത്രണം ചെയ്യുന്നതിനായി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. പിന്നെ ഇന്ത്യക്കൊരു പത്രികാ രാജപദവി നൽകുന്നതിന് ഈ ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യുകയും ചെയ്തു. അതായിരുന്നു 1928 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഇനി അടുത്തത് 1930 1930 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉപ്പ് സത്യാഗ്രഹമാണ് 1930 ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ഏർപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധിച്ചിട്ടാണ് ഉപ്പ് കുറുക്കി നിയമ ലംഘനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധിയും 78 സന്നദ്ധ പ്രവർത്തകരും 1930 മാർച്ച് 12 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനട യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 5 ദണ്ഡിയിൽ എത്തുമ്പോഴേക്കും 1000-ഓളം ആണികൾ ചേർന്നിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് തീരത്ത് ചിറ കെട്ടിയിട്ട് ഉപ്പ് കുറുക്കിയെടുത്ത് നിയമം ലംഘിച്ചു. മെയ് 5 ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രകമ്പനം രാജ്യത്തുടനീളം പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധിയുടെ കൂടെ ആരൊക്കെ എത്ര പേർ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു? 78 സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. എന്നാണ് തുടങ്ങിയത്? 1930 മാർച്ച് 12 എവിടെ വെച്ചിട്ടാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ വെച്ചിട്ട്. എത്ര കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടപ്പുറം? 390 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടപ്പുറം. അവിടേക്കാണ് കാൽനട യാത്ര ആരംഭിച്ചത്. എന്നാണ് അവിടെ റീച്ച് ആയത്? ഏപ്രിൽ 5 റീച്ച് ആയത്.
അപ്പോൾ അപ്പോഴേക്കും ഒരുപാട് 1000ഓളം അണികൾ ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ ആ തീരത്തെ ഒരു ചിറ കെട്ടിയിട്ട് ഉപ്പ് കുറുക്കിയെടുത്തിട്ട് നിയമം ലംഘിച്ചു. അതേസമയം മെയ് 5-ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി 1931 ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വം. 1931 ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചിട്ട് ഒരു സോഷ്യൽ ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഭഗത് സിംഗിനും കൂട്ടരും ആരംഭിച്ച ഒരു സംഘടന ഉണ്ട്. അതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആരംഭിച്ചത് ആരാണ്? ഭഗത് സിംഗും കൂട്ടരും. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സോഷ്യലിസ്റ്റ് ഭരണം കൊണ്ടുവരിക, ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചിട്ട് സോഷ്യലിസ്റ്റ് ഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷ് പോലീസിൻ്റെ മർദ്ദനത്തിൽ ലാലാ ലജ്പത് റായ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ചാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ ഭഗത് സിംഗും കൂട്ടരും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ തൊഴിലാളി വിരുദ്ധ നിയമം പാസ്സാക്കുന്നതിനെതിരെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞു. 1931 മാർച്ച് 23-ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ വിചാരണ ചെയ്തിട്ട് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. അപ്പോൾ 1931 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വമാണ്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുകയും സോഷ്യലിസ്റ്റ് ഭരണം സ്ഥാപിക്കുകയും എന്ന ലക്ഷ്യത്തോടെ ഭഗത് സിംഗും കൂട്ടരും ആരംഭിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. ബ്രിട്ടീഷ് പോലീസിൻ്റെ മർദ്ദനത്തിൽ ലാലാ ലജ്പത് റായ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പകരം വീട്ടാൻ വേണ്ടിയിട്ട് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ചാൻഡേഴ്സൺ എന്ന് പറയുന്ന എന്നൊരു പോലീസ് ഓഫീസറെ ഭഗത് സിംഗും കൂട്ടരും കൊലപ്പെടുത്താനുണ്ടായത്. അപ്പോൾ തൊഴിലാളി വിരുദ്ധ നിയമം പാസ്സാക്കുന്നതിനെതിരെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞു അദ്ദേഹം. അത് 1931 മാർച്ച് 23-ന് ഭഗത് സിംഗും രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. അപ്പോൾ എന്നാണ് തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ വിചാരണ ചെയ്തിട്ട് തൂക്കിക്കൊന്നത്. 1931 ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇനി അടുത്തത് 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. കിപ്സ് മിഷൻ്റെ പരാജയം. പിന്നെ അന്ന് യുദ്ധ കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ത്യക്കാരുടെ രോക്ഷം ആളിക്കത്തിച്ചു. അപ്പോൾ ക്രിപ്സ് മിഷൻ്റെ പരാജയവും യുദ്ധകാലക്ഷാമവും ഇന്ത്യക്കാരുടെ രോക്ഷം ആളിക്കത്തിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. തുടർന്ന് 1942 ഓഗസ്റ്റ് 8-ന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നൽകണമെന്നും ഇല്ലെങ്കിൽ അക്രമരഹിത സമരം ആരംഭിക്കുമെന്നും പ്രമേയത്തിൽ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 9-ന് ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളെല്ലാം അറസ്റ്റിലായി. ആ സമയത്ത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക്സ് മൈതാനത്തിൽ അല്ലെങ്കിൽ ക്രാന്തി മൈതാനത്തിൽ അന്ന് സമ്മേളനത്തിൽ ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ആഹ്വാനം ചെയ്തു. രാജ്യം മുഴുവൻ പ്രക്ഷോഭം പരന്നു. സമരകാലത്ത് 1000ഓളം പേർ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ റീസൺ എന്തായിരുന്നു? ക്രിപ്സ് മിഷൻ്റെ പരാജയമായിരുന്നു. പിന്നെ യുദ്ധകാലത്തുണ്ടായ ക്ഷാമമൊക്കെ ഇന്ത്യക്കാർക്ക് ഭയങ്കര രോക്ഷം ആളിക്കത്തിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉടൻ വിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. 1942 ഓഗസ്റ്റ് 8-ന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രമേയം പാസാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നും ഇല്ലെങ്കിൽ അക്രമരഹിതമായ പ്രക്ഷോഭം തുടരുമെന്നും പ്രമേയത്തിൽ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെല്ലാം ആ സമയത്ത് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് അല്ലെങ്കിൽ ക്രാന്തി മൈതാനത്തിലാണ് ആ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയമാണത്. ഇനി അടുത്തത് 1943 INA പോരാട്ടം. 1943-ലാണ് INA പോരാട്ടം
നടന്നത് 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1943 ഒക്ടോബർ 21 നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിൽ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് ഉണ്ടാക്കിയത് എന്നാണ് 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിലായിരുന്നു ആസാദ് ഹിന്ദ് ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബോസ് ആസാദ് ഹിന്ദിൻ്റെ പ്രധാനമന്ത്രിയും ക്യാപ്റ്റൻ ലക്ഷ്മി മന്ത്രിയുമായിരുന്നു. അപ്പോൾ ബോസ് ആസാദ് ഹിന്ദിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു അന്നത്തെ മന്ത്രിയായിരുന്നത്. അപ്പോൾ ഡൽഹി പിടിക്കാൻ നീങ്ങിയ നേതാജിയുടെ ഇന്ത്യൻ നാഷണൽ ആർമി 1944 മാർച്ച് 18 ഇന്ത്യൻ അതിർത്തിയിലെത്തി. അപ്പോൾ 1944 മാർച്ച് 18 ഇന്ത്യൻ നാഷണൽ ആർമി ഇവിടെ നേതാജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ അതിർത്തിയിലെത്തിയത് 1944 മാർച്ച് 18. 1946 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു നാവിക കലാപം വിപ്ലവ വഴിയിലെ അവസാന മുന്നേറ്റമായിരുന്നു. അപ്പോൾ 1946 ഫെബ്രുവരിയിൽ ആരംഭിച്ചതാണ് നാവിക കലാപം. അതാണ് വിപ്ലവ വഴിയിലെ അവസാന മുന്നേറ്റമായിട്ട് കണക്കാക്കുന്നത്. 1943 INA പോരാട്ടമാണ്. 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഗവൺമെൻറ്റാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് പ്രധാനമന്ത്രി ആരായിരുന്നു? ബോസായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു അതിൻ്റെ മന്ത്രിയായിരുന്നത്. ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് എന്നാണ് അത് ഇന്ത്യൻ അതിർത്തിയിലെത്തിയത്? 1944 മാർച്ച് 18 എത്തിയത്. 1946 ഫെബ്രുവരിയിൽ ആരംഭിച്ചൊരു നാവിക കലാപം വിപ്ലവത്തിലെ അവസാന മുന്നേറ്റമായിട്ട് കണക്കാക്കുന്നു. ഇനി അടുത്തത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിന് മുന്നേയുള്ള കാര്യങ്ങൾ പറയാം. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അറ്റ്ലി ഡിക്ലെയർ എന്ത് ചെയ്തു? ഇന്ത്യ 1948 ജൂണോടെ ഇന്ത്യ വിടുമെന്ന് പറയുന്നുണ്ടായി. ലോർഡ് മൗണ്ട്ബത്തേൻ ലാസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയ് ആൻഡ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് ഓണിംഗ്. ഇന്ത്യയുടെ ലാസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയ് ആൻഡ് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് മൗണ്ട്ബത്തേൻ ആയിരുന്നു. മൗണ്ട്ബത്തേൻ പ്ലാൻ ഫോർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വാസ് അനൗൺസ് ചെയ്തു. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ബിൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഹൗസ് ഓഫ് ദ കോമൺ ആൻഡ് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഓൺ July 18, 1947. വാർ ബ്രേക്ക് ഔട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇൻസ്റ്റഡ് കശ്മീർ ഫോഴ്സസ് ഇൻ കശ്മീർ. ജുനാഗഡ് ജോയിൻസ് ഇൻ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ. എയർ ഇന്ത്യ ഗോസ് ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്.